മലയാള സിനിമയിലെ ഏറ്റവും വലിയ ക്ലബുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു ഉത്തരമുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്കയാണ്. പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മകനും ഒട്ടും പിറകിലില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ നമുക്കറിയാം, ദുൽഖർ സൽമാൻ എന്നുള്ള നടൻ ശരിക്കും ഒരു മലയാള സിനിമയിൽ മാത്രം ഒതുക്കുന്ന ഒരു നടനല്ല. അദ്ദേഹം മലയാളികളുടെ മാത്രം പ്രിയപ്പെട്ടവനല്ല. അദ്ദേഹം സൗത്ത് ഇന്ത്യയിലെയും ഇന്ത്യയിലെയും അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലൊക്കെ ആരാധകരുള്ള ഒരു നടനാണ്. കാരണം അദ്ദേഹം മലയാള സിനിമയിൽ അതോടൊപ്പം തന്നെ സൗത്ത് ഇന്ത്യൻ സിനിമകളിലും അതുപോലെ തന്നെ ബോളിവുഡ് സിനിമകളിലും ഒക്കെ അഭിനയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ എണ്ണം ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ റീച്ച് ഫോറിൻ കൺട്രീസിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ അദ്ദേഹം നമ്മുടെ ദുൽഖർ സൽമാൻ മലയാളി നടിമാരുടെ കൂടെ മാത്രമല്ല, തെന്നിന്ത്യയിലെ മറ്റു ഭാഷകളിലെ നടിമാരെ കൂടെയും അതുപോലെ തന്നെ ബോളിവുഡ് നടിമാരുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അദ്ദേഹം ചില നടിമാരുമായിട്ട് ദുൽഖർ സൽമാൻ വലിയൊരു സ്ക്രീൻ കെമിസ്ട്രി നമുക്ക് കാണാൻ സാധിക്കാറില്ല. നേരെ മറിച്ച് നമ്മൾ മലയാള സിനിമയെ നടിമാരുമായിട്ട് ദുൽഖർ സൽമാൻ നല്ലൊരു സ്ക്രീൻ പ്രസൻസ് അല്ലെങ്കിൽ നല്ലൊരു ജോഡിയായിട്ട് പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട്. അതായത് ചില ബോളിവുഡ് നടിമാർ അല്ലെങ്കിൽ ചില അന്യഭാഷാ നടിമാരൊന്നും നമ്മുടെ ദുൽഖർ സൽമാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാച്ചായിട്ട് നമുക്ക് തോന്നാറില്ല ചില സിനിമകളിലൊക്കെ. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ മലയാള നടിമാർ, നമ്മൾ വളരെ കാലമായിട്ട് കണ്ട് പരിചിതമായിട്ടുള്ള മലയാള നടിമാരുമായിട്ട് ദുൽഖർ സൽമാൻ നല്ലൊരു കെമിസ്ട്രി നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും തന്നെ തോന്നിയിട്ടുണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഏതായാലും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ദുൽഖർ സൽമാൻ എന്ന നടന് ഏറ്റവും മികച്ച സ്ക്രീൻ പെയർ ആയിട്ടുള്ള, ഏറ്റവും നല്ല സ്ക്രീൻ കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടുള്ള ഏറ്റവും മികച്ച ജോഡിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ഞാൻ പേര് എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം, അത് ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കറിയാം, നമ്മുടെ കുഞ്ഞിക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ മാസം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയോട് അനുബന്ധിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സിനിമകൾ ഉൾപ്പെടുത്തിച്ച ഒരു ഫിലിമോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അത് കാണാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഐബട്ടണിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അവിടുന്ന് അത് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ദ കൗണ്ട്ഡൗൺ ഫോർ ടോപ്പ് 5 ഹീറോയിൻസ് ഓഫ് ദുൽഖർ സൽമാൻ. നമ്പർ 5, സായ് പല്ലവി. പ്രേമം എന്ന സൂപ്പർ ഹിറ്റ് റൊമാൻറ്റിക് സിനിമയിൽ മലർ എന്ന കഥാപാത്രമായി വന്ന് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ നടിയാണ് സായ് പല്ലവി. നിവിൻ പോളിയുടെ നായികയായി ആണ് മലയാള സിനിമയിൽ വന്നതെങ്കിലും ഈ നടിയുടെ ഏറ്റവും നല്ല സ്ക്രീൻ കെമിസ്ട്രി നമുക്ക് കാണാൻ സാധിച്ചത് ദുൽഖറിൻ്റെ നായികയായപ്പോഴാണ്. സമീർ താഹിറിൻ്റെ സംവിധാനത്തിൽ 2016 റിലീസായ കലി എന്ന ചിത്രത്തിലാണ് ദുൽഖർ സൽമാൻ്റെ നായികയായി സായ് പല്ലവി വന്നിരുന്നത്. മുൻകോപിയായ ദുൽഖർ അവതരിപ്പിച്ച സിദ്ധാർത്ഥ് എന്ന കഥാപാത്രത്തിൻ്റെ ഭാര്യയായി സമർത്ഥയായ സായ് പല്ലവി ഗംഭീരമായി അഭിനയിച്ചു. ഇവരുടെ കോളേജ് റൊമാൻസും ദാമ്പത്യ ജീവിതവും പിന്നീട് ഇവർ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഇരുവരും തമ്മിലുള്ള സ്ക്രീൻ കെമിസ്ട്രി ചിത്രത്തെ മികവുറ്റതാക്കാൻ സഹായിച്ചിട്ടുണ്ട്. നമ്പർ 4, കീർത്തി സുരേഷ്. പാൻ ഇന്ത്യ ലെവലിൽ ദുൽഖർ സൽമാന് പ്രശസ്തി നേടിക്കൊടുത്ത ചിത്രമായിരുന്നു മഹാനടി. തെന്നിന്ത്യൻ നടി സാവിത്രിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ഈ ചിത്രത്തിൽ സാവിത്രിയായി അഭിനയിച്ച കീർത്തി സുരേഷും ജമിനി ഗണേശനായി അഭിനയിച്ച ദുൽഖറും ആകർഷണീയമായ ഒരു സ്ക്രീൻ കെമിസ്ട്രി ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ വിവിധ ഭാഷകളിലായി മൊഴിമാറ്റം ചെയ്ത ഈ ചിത്രം ദുൽഖറിൻ്റെ കരിയറിന് നല്ലൊരു വഴിത്തിരിവായ സിനിമ കൂടിയായിരുന്നു. നമ്പർ 3, നസ്രിയ. പഴയകാല സിനിമയായിരുന്നതിൽ മുറപ്പെണ്ണായി കണ്ട് ദുൽഖറിന് നായികയാകുമായിരുന്ന നസ്രിയ കസിൻ സിസ്റ്ററായി തിളങ്ങിയ ചിത്രമായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ്. ഈ ചിത്രത്തിൽ ഏറെ ആകർഷണീയമായ ഒരു കോംബോ ആയിരുന്നു ദുൽഖർ നസ്രിയ ടീമിൻ്റേത്. ഇരുവരും ഒന്നിച്ചുള്ള സീനുകളെല്ലാം പ്രേക്ഷകരെ ശരിക്കും എൻ്റർടൈൻ ചെയ്യിച്ചിരുന്നു. നസ്രിയ ദുൽഖറിൻ്റെ കാമുകിയായി തന്നെ അഭിനയിച്ച മറ്റൊരു ചിത്രമാണ് സലാല മൊബൈൽസ്. ഈ ചിത്രത്തിലും ഇരുവരുടെയും ജോഡി ഗംഭീരമായിരുന്നു. കൂടാതെ ദുൽഖർ നസ്രിയ ടീമിൻ്റെ തമിഴ് ചിത്രമായ വായ് മൂളി പേസവും എന്ന സിനിമയിലും ഇരുവരും തമ്മിലുള്ള സ്ക്രീൻ കെമിസ്ട്രി ഉഗ്രനായിരുന്നു. നമ്പർ 2, പാർവതി. മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച പ്രണയ ജോഡികളിലൊന്നായ അർജുൻ സാറ ജോഡിയെ അഭ്രപാളികളിൽ അനശ്വരമാക്കിയവരാണ് ദുൽഖർ സൽമാനും പാർവതി തിരുവോത്തും. ഫ്രീക്കനായ കാമുകനും ഭിന്നശേഷിയുള്ള ബുദ്ധിമതിയായ കാമുകിയുമായി ബാംഗ്ലൂർ ഡേയ്സിൽ
ഇവർ ജോഡിയായി അഭിനയിച്ചപ്പോൾ അത് മലയാളികൾക്ക് നല്ലൊരു ദൃശ്യാനുഭവം സമ്മാനിച്ചു. അതുപോലെ തന്നെയാണ് ദുൽഖറും പാർവതിയും നായികാനായകന്മാരായി അഭിനയിച്ച ചാർലിയും. വ്യത്യസ്ത സ്വഭാവവിശേഷങ്ങളുള്ള നായകനും നായികയുമായി ഇവർ സ്ക്രീനിൽ തകർത്തഭിനയിച്ചപ്പോൾ പ്രേക്ഷകർക്ക് മനോഹരമായ സ്ക്രീൻ കെമിസ്ട്രി കാണാനായി. നമ്പർ 1, നിത്യ മേനോൻ. ദുൽഖർ സൽമാനെ പ്രേക്ഷക പ്രിയങ്കരനാക്കി മാറ്റിയ ഫൈസി എന്ന കഥാപാത്രത്തിൻ്റെ മൊഞ്ചത്തിയായ നായികയായി നിത്യ മേനോൻ വന്നപ്പോൾ മലയാളക്കരയാകെ ഇരുവരും തമ്മിലുള്ള സ്ക്രീൻ കെമിസ്ട്രിയുടെ മാന്ത്രികത കണ്ട് വിസ്മയിച്ചു. അത്രയ്ക്ക് മനോഹരമായിരുന്നു ഉസ്താദ് ഹോട്ടലിൽ ദുൽഖറും നിത്യ മേനോനും തമ്മിലുള്ള കെമിസ്ട്രി കാണാൻ. അത് കണ്ടിട്ട് തന്നെയാവണം വിഖ്യാത സംവിധായകനായ മണിരത്നം വിവിധ ഭാഷകളിലായി ഒരുക്കിയ പ്രണയചിത്രമായ ഓക്കെ കൺമണിയിൽ ദുൽഖറിനെയും നിത്യയെയും നായികനായകന്മാരാക്കിയത്. 100 Days of Love, ഒരു ഭയങ്കര കാമുകൻ തുടങ്ങിയ സിനിമകളിലും ഈ ജോഡി ഒന്നിച്ചിരുന്നു. ഈ സിനിമകൾ വേണ്ടത്ര സാമ്പത്തിക വിജയം നേടിയില്ലെങ്കിലും ദുൽഖർ നിത്യ ജോഡിയുടെ സ്ക്രീൻ കെമിസ്ട്രി പ്രേക്ഷകരെ ആകർഷിച്ചിരുന്നു. അപ്പോൾ ഇവരൊക്കെയാണ് ദുൽഖർ സൽമാൻ ഏറ്റവും മികച്ച സ്ക്രീൻ കെമിസ്ട്രി വർക്കൗട്ടായിട്ടുള്ള ഏറ്റവും മികച്ച നടിമാർ. സോ ഈ നടിമാരെ നിങ്ങളുടെ പ്രിയപ്പെട്ട നടിമാർ ഉൾപ്പെടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നടിയിൽ ഉൾക്കൊള്ളിച്ചാൽ നന്നായി അഭിപ്രായമാണ്. തീർച്ചയായും ആ നടിയുടെ പേര് നിങ്ങളുടെ കമൻറ്റായി കൊടുത്താം. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെന്നൊരു അഭിപ്രായം കൂടെ കമൻറ്റായി കൊടുത്താം. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെടാമെന്ന് ലൈക്ക് ചെയ്തേക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കളൊന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. കാരണം ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമാണ് ഞാൻ വീണ്ടും വരുന്നത്. നമ്മൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ദിസ് ഇസ് സൈനിങ് ഓഫ്.